അല്ലാഹു തആലാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈതികാമിൻ്റെ നിയ്യത്തോടെ വിശുദ്ധമായ ഈ മസ്ജിദിൽ പരിശുദ്ധ ഖുർആൻ്റെ സദസ്സിൽ നാം ഒരുമിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ഇജാബത്തുള്ള മജ്ലിസായി ഹഖ് തആല സ്വീകരിക്കട്ടെ. എല്ലാ ദോഷങ്ങളും ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കാരണം റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അവൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ഇസ്സത്തോടെയുള്ള ദീർഘായുസ്സ് നമുക്കും മഹിളർക്കുമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. 32 ആയത്താ ദാലിക, അതങ്ങനെ തന്നെയാണ് എന്നാണ്. ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആലാൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ ഭക്തിയുള്ളതിൻ്റെ അടയാളമാണ്. ഭക്തിയുള്ളവർക്കാണ് അതിന് സാധിക്കുള്ളൂ. ലക്കും ഫീഹാ മനാഫിയോ, ആ ചിഹ്നങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇലാ അജലിൻ മുസമ്മ, നിശ്ചിതമായ ഒരു ടൈം വരെ. സുമ്മ മഹില്ലുഹ, പിന്നെ ആ ചിഹ്നങ്ങളുടെ സ്ഥാനം ഇലൽ ബൈത്തിൽ അതീഖ്, പുണ്യപുരാതന ഗേഹത്തിലേക്കാണ്. അതുവരെ നിങ്ങൾക്കതിൽ ഉപകാരങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് കയറാം, ആ ചിഹ്നത്തിൻ്റെ അതിൻ്റെ പാലെടുക്കുക, ഒക്കെ എടുക്കാം. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ, ഓരോ ഉമ്മത്തിനും ഓരോ മൻസക്കുകളെ നാം ആക്കിയിരുന്നു. ബലിക്രമങ്ങളും അനുഷ്ഠാന നിയമങ്ങളൊക്കെ എല്ലാ ഉമ്മത്തിലും ഉണ്ടായിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ മാത്രമല്ല. എന്തിനാണത്? ലിയദ്കുർ ഉസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു തആല നൽകിയ കന്നുകാലികളുടെ മേൽ അള്ളാഹിൻ്റെ പേര് അവർ പറയാൻ. അതിന് എല്ലാ ഉമ്മത്തിലും ഇങ്ങനെയുള്ള ഈ ബലി സംബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങൾ അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്. ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇലാഹു ഏകനാണ്. പണ്ട് കഴിഞ്ഞുപോയ ഉമ്മത്തിങ്ങളുടെയും നിങ്ങളുടെയൊക്കെ ഇലാഹു ഏകനാണ്. ഫലഹു അസ്ലിമു, അവന് മാത്രം നിങ്ങൾ മുസ്ലിമാവുക, സമർപ്പിക്കുക, കീഴ്വണങ്ങുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയമുള്ള ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. അനുസരണവും വിനയമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം. അതെങ്ങനെയുള്ള ആളുകളാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്ത് കുലൂബും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പോകും. നല്ല മനുഷ്യന്മാർ സ്വഭാവം പറയാം. വസ്വാബിരീന, ക്ഷമ അവലംബിക്കുന്നവരുമാണ്. അല അസ്വാബഹും, അവർക്ക് പറ്റുന്ന മുസീബത്തുകൾക്ക് മേൽ. മുസീബത്തുകളൊക്കെ അവർക്ക് സംഭവിക്കുമ്പോൾ ക്ഷമിക്കും. വൽ മുക്കീമി സ്വല, നിസ്കാരത്തെ അതിൻ്റെ മുറ പോലെ നിലനിർത്തുകയും ചെയ്യും ആ വിനയാന്വിതരായ ആളുകൾ. മാത്രമല്ല വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു 3-4 ഉത്കൃഷ്ട ഗുണങ്ങളുള്ള മുഖ്ബിത്തീങ്ങൾ, വിനയമുള്ള അടിയാറുകൾ, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചോളി നബിയെ. അതാണ് വിജയികൾ, അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ആയത്തിൻ്റെ തുടക്കം 32-ാമത്തെ ആയത്തിൻ്റെ പ്രശ്നം ദാലിക എന്നാണ് പറയുന്നത്. അത് തന്നെ ഒരർത്ഥം. അത് കാരണം ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നലെ എന്താ പറഞ്ഞത്? ഒരാൾ തൗഹീദിൻ്റെ മാർഗത്തിൽ നിന്ന് ഷിർക്കിലേക്ക് നീങ്ങുമ്പോൾ ആകാശത്തുനിന്ന് പൊളിഞ്ഞിട്ട് പോകുന്നതിനെ പോലെയാണ്. വല്ല കാറ്റും കൊണ്ടുപോയിട്ട് ഏതോ വിദൂര സ്ഥാനത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ പക്ഷികൾ റാഞ്ചിയെടുക്കുക എന്നല്ലാതെ പരാജയത്തിൻ്റെ ഗർത്തത്തിലേക്കാണ് പോകുന്നത്. അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, അള്ളാൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബി, അത് കൽബിൻ്റെ തഖ്വയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ചിഹ്നങ്ങളും ശിർക്കുമായിട്ട് വലിയ ബന്ധമുണ്ട്. അള്ളാൻ്റെ ചിഹ്നങ്ങളും ശിർക്കുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓരോ മതത്തിന് ഓരോ ചിഹ്നങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ
ഇപ്പോൾ കുരിശ് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഒരു അടയാളമാണ്. അതുപോലെ അത് അള്ളാൻ്റെ ചിഹ്നമല്ല. അള്ളാൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളാണ്. അതിൽ പെട്ടതാണ് ഈ ബലിമൃഗങ്ങളൊക്കെ. കഅബയിലേക്ക് പോകുന്ന ആളുകൾ ബലിമൃഗങ്ങളെ കൊണ്ടുപോകൽ സുന്നത്തുണ്ട്, അവിടെ പോയി അറുത്ത് കൊടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹി മക്ക ഫത്വാക്കാൻ പോയപ്പോൾ 100 ഒട്ടകങ്ങളെയും കൊണ്ട് പോയി എന്നാണ്. അങ്ങനെ സുന്നത്തുണ്ട്. പിന്നെ ഉളിയത്തിറക്കണ കന്നുകൾ, ആ കന്നുകൾക്കൊക്കെ ആ ബലി മക്കയിലേക്ക് ഹദിയായിട്ട് കൊണ്ടുപോകുന്ന കന്നുകൾക്കൊരു അടയാളം തന്നെ വെക്കലുണ്ട്, മറ്റുള്ള ആളുകളൊന്നും അതിനൊന്നും ചെയ്യേണ്ട വെച്ചിട്ട്. ഇവിടെ അതാണ് ചിഹ്നങ്ങൾ കൊണ്ട്. അത് മാത്രമൊന്നുമല്ല, ചിഹ്നങ്ങൾ, ദീനിൻ്റെ ചിഹ്നങ്ങളൊക്കെ അതിൽ പെട്ടു. ഇവിടെ ഉദ്ദേശം അതാണ്. ഈ ചിഹ്നവും ശിർക്കുമായിട്ട് ബന്ധമുണ്ട്. എന്താ ബന്ധം? ആളുകൾ ബിംബങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കലുണ്ടായിരുന്നു. ലാത്തിൻ്റെ പേരിലും ഉസിൻ്റെ പേരിലുമുള്ള ബിംബങ്ങൾക്കൊക്കെ കന്നുകാലികളെ മക്കളൊക്കെ അങ്ങോട്ട് നേർച്ചയാക്കും. ആദ്യമാണ് കുട്ടി ഇന്ന ബിംബത്തിനാന്നൊക്കെ പറഞ്ഞാണ്ട് നേർച്ചയാക്കിയിട്ട് എന്നിട്ട് അത് അറുത്തിട്ട് എൻ്റെ ചോര കൊണ്ടുപോയിട്ട് ബിംബത്തിന് പുരട്ടലും ഇറച്ചോട് മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്, ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ. കണ്ട, അടുത്ത ആയത്തിൽ അതാ പറഞ്ഞു, 30ാമത്തെ ആയത്തിൽ, നിങ്ങൾ അറക്കുന്ന ഈ ബലിമൃഗങ്ങളുടെ രക്തമോ മാംസമോ അല്ലാഹു തആലക്ക് എത്തുന്നില്ല. വലാകി യനാലു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അല്ലാഹു തആലക്ക് വേണ്ടത്. ചോര വേണ്ട, ഇറച്ചി വേണ്ട, അതൊക്കെ നിങ്ങൾ തന്നെ എടുത്തോളി. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഇതാണ് വിഷയം. അപ്പോൾ ഈ ബലിയായിട്ട് ബന്ധപ്പെട്ട് പല ഷിർക്കുകളും എല്ലാ മുശ്രിക്കീങ്ങൾക്കും ബലികർമ്മങ്ങളെ കുറിച്ച് ഏറെയാണ്. ഇസ്ലാമിലും ബലികർമ്മങ്ങളുണ്ട്, മുമ്പുള്ള എല്ലാ സമൂഹത്തിലും ബലികർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ പറഞ്ഞ ബലികർമ്മങ്ങൾ, അതിലേക്കുള്ള പ്രചോദനം, അതിൻ്റെ ചേതോ വികാരം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന തഖ്വയായിരിക്കണം. ആ കർമ്മങ്ങൾക്ക് തഖ്വയുടെ ഒരു മറ, ഒരാവരണം വേണം. അപ്പോൾ അതിനെ നല്ലോണം ആദരിക്കാൻ കഴിയും. ആദരിക്കാൻ വലിയ വില എടുത്തൊക്കെ വാങ്ങി. തഫ്സീറിലൊക്കെ പറയണേ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 300 ദീനാർ കൊടുത്താണ്ട് ഒന്ന് വാങ്ങിയല്ലോ ഒരു ബലികർമ്മത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിൻ്റെ കാലത്താണ്. ഇങ്ങോട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നാണ്ട് ചോദിക്കുകയാണ്, അഫ ഉബായുഹാവ അഷ്തരിബി സമരിയ ബുധനൻ, ഞാൻ അതിനാണ് വിറ്റ. 300 ദീനാർ എനിക്ക് മനസ്സിലായ പൊന്നാണ്, പവനാണ്. അത് ഭയങ്കര വില ഉണ്ടാവില്ല, നല്ല ഉഷാറില്ല, തടിച്ച് കൊഴുത്ത് നല്ല വസ്ഫത്തിന് കിലോൻ്റെ ഇറച്ചിൻ്റെ വിലയല്ല കൂട്ടുക, ഭയങ്കരമായ വിലയായിരിക്കും. അപ്പോൾ അതങ്ങോട്ട് വിറ്റാണ്ട് തെറ്റില്ലാത്ത കുറേ കന്ന് വാങ്ങി വേറെ അറുത്താലോ, എന്നാൽ ഇറച്ചി കുറേ ആക്കി കൊടുക്കാമല്ലോ. തങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ വേണ്ട, ഇൻഹർഹ അയ്യ, അതിനെ തന്നെ അറുത്താൽ മതി. ഉദയത്തിലും ഹക്കീകത്തിലൊക്കെ അതാണ് നല്ല ചൊറുക്കുള്ളത്, ഇറച്ചി കൂടുതലുള്ളതല്ല ഉന്നം, അല്ലേ? നല്ല ചൊറുക്കിനാണ് അവിടെ വില. ചൊറുക്ക് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാണ് വേറെ ഹദീസിൽ പറഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദമു അഫ്രാ അഹബ്ബു ഇലൈ മിൻ ദമി സൗദാവൈനി, 2 കറുത്തതിൻ്റെ രക്തത്തെക്കാൾ ഒരു വെളുത്തതിൻ്റെ രക്തമാണ് എനിക്കിഷ്ടം. ഒരു വെളുത്തതിന് അറക്കലാണ്, 2 കറുത്തതിനെ വെളുത്തതിന് കൂടുതൽ അഫ്സലുണ്ട്. ഉദയത്തിൻ്റെ കന്നുകൾ, ഹക്കീക്കത്തിൻ്റെ കന്നുകൾ, ഈ മൃഗങ്ങളുടെ കന്നുകളിൽ മുൻഗണനാക്രമങ്ങളുണ്ട്. അത് കളറിനൊക്കെ ഒരു പ്രസക്തിയുണ്ട്. കളർ ഏറ്റവും ഇഷ്ടം ഏതാണ്, അഫ്ദൽ ഏതാണ്? വെള്ളയാണ്, കറുത്തതല്ല. പിന്നെ ചുവപ്പ്, തവിട്ട് നിറം, അങ്ങനെയാണ് പോകുന്നത്. കറുപ്പൊക്കെ ലാസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവും ലഹാബി കബിഷേനി അംലഹേനി അക്രനേനി, നല്ല തടിച്ച് കൊഴുത്ത നല്ല കൊമ്പൊക്കെ ഉള്ളവരുണ്ട്, കൊറ്റന്മാരറുത്തു തോന്നും. മുറിച്ചെവി പറ്റൂല, മുടന്തുള്ളത് പറ്റൂല, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിരോധിച്ചു നുദഹിയ ബി ആലബിൽ കർണി വല്ലുദിനി, കുറ്റിച്ചെവി ഉണ്ടല്ലോ, ചെവിയൊക്കെ മുറിഞ്ഞു പോയത്, അതിനെ കറക്കലിനെ നബി നിരോധിച്ചിട്ടുണ്ട്. കൊമ്പ് മുറിഞ്ഞെന്ന് പറഞ്ഞു, കൊമ്പിന് കുഴപ്പമില്ല, കൊമ്പ് പറ്റും, ചെവി മുറിഞ്ഞത് പറ്റൂല, അത് ചെയ്താൽ ശരിയാവില്ല. കൊമ്പ് മുറിഞ്ഞതും കൊമ്പില്ലാത്തതൊക്കെ ചെയ്താലും ശരിയാവും. അഫ്ദലും ഒക്കെ എതിരാണെന്നുള്ളതാണ്. എന്താ ചെവിയും കൊമ്പിട്ട് എന്താ മാറ്റം? കൊമ്പ് തിന്നണ ഇറച്ചിയല്ലല്ലോ, ചെവി തിന്നണതാണ്. നമ്മൾ തിന്നലുണ്ടല്ലോ, എനിക്കറിയാം, തിന്നണോ തിന്നും. യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ചുട്ട് തിന്നണ ചെവി കിടക്കാണ് ചുട്ട് തിന്നണതാണ്. എന്താ പല്ലല്ലാത്തൊക്കെ തിന്നണം അല്ലേ? യൂട്യൂബിൽ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാലോ, ഓരോരുത്തർ ചുട്ടുന്നതൊക്കെ ഫോട്ടോ കണ്ട് അങ്ങനെ നോക്കിക്കല്ലേ നമ്മളെ. ചെവിയും ആ തോലൊക്കെ തിന്നൂലേ,
ആ രോമം ഒഴിവാക്കിയുണ്ട്. തോലടക്കൽ തിന്നുന്നുണ്ട്, തോലൊക്കെ തിന്നുന്നുണ്ട്. തോലൊക്കെ പിന്നെ തോലിനൊക്കെ എന്തെങ്കിലും പറ്റിയൊന്നും ഉദയത്തരത്ത് ശരിയാവില്ല. ഇറച്ചിനെ ബാധിക്കണമൊന്നും ശരിയാവില്ല. അത് സിഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അഫ്ദൽ നല്ല ചൊറുക്കുള്ളതൊന്നും തടിച്ചു കൊഴുത്തു തിന്നണം. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല തെക്കുവെള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാര്യമായിട്ട് ഹക്കീക്കത്തിനാണ് നല്ല ഉഷാറാക്കൽ, അത്ര തന്നെ ഉദയത്ത് നമുക്ക് ഉഷാറാക്കലില്ല അല്ലേ? അവിടെ എന്തോ ഒരു തെക്കുവിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലേഖ മനസ്സിലായില്ലേ? ആനക്കുട്ടി പോലത്തേനൊക്കെ ഹക്കീക്കത്തിന് കൊണ്ടുപോകുമല്ലോ. ഉദയത്തിൽ ചിലപ്പോൾ ഒരു ഓരിയൊക്കെ കൂടുള്ളൂ. ഏലൊരു ഓരിയൊക്കെ കൂടിയിട്ട് ആ കർമ്മം എന്നാണ് കഴിച്ച് നോക്കും. നല്ലതാണ്, അല്ല നല്ല എന്താ ഉദയത്ത് ഹക്കീക്കത്തിനേക്കാൾ താഴെയാണോ? അപ്പോൾ ആ ഹക്കീക്കത്തും കൂടി ശരിയാണെങ്കിൽ ഉദയത്തും ശരിയാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെക്കുവൻ്റെ ഒരു ടച്ച് അതിലുണ്ടെങ്കിൽ ആ ഹക്കീക്കത്തിന് കാണിച്ച അതേ ആവേശം ഇതിലും വേണം. ഇതാണ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുണ്ടാവേണ്ടതാണ്. ലക്കും ഫിയ മനാഫിയോ, നിങ്ങൾക്കതിൽ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇല അജലി മുസമ്മ, നിശ്ചിത ടൈം വരെ. അങ്ങനെ ഒരു ബലികർമ്മമായിട്ട് നിശ്ചയിച്ച് കഅബയിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു ഉദയത്തിന് വേണ്ടി നിശ്ചയിച്ചൊരു കന്നാണ്. ആ കന്നിനെ അറക്കണ സമയമാണത് വരെ എന്താക്കാം, ഉപയോഗിക്കാം. അതിന് പുറത്ത് വാഹനം കയറാം, അതിന് പാലെടുക്കുക. അതൊക്കെ ചെയ്യാത്ത ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരാൾ ഒരു വലിയടങ്ങാറായിട്ടൊരു കന്നും തൊളിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു. ആ റജുലൻ യസൂക്ക് ബദനത്തൻ, സ്വഹീഹ് ബുഖാരിയും മുസ്ലിമിലുള്ള ഹദീസാണ്. അൻസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റജുലൻ, നബി ഒരാളെ കണ്ടു. അയാളിങ്ങനെ യസൂക്ക് ബദനത്തൻ, ഒരു ഒട്ടകത്തെ തൊളിച്ചുകൊണ്ട് പോവാണ്. അമ്മ കയറുന്നില്ല. അപ്പോൾ കാല നബി പറഞ്ഞു ഇർക്കബ്, അതിൻ്റെ പുറത്ത് കയറിക്കളാറുന്നു. വെറുതെ തന്നെ ഇടങ്ങറായി നടക്കണ്, ഒരു കന്നിങ്ങനെ ഉണ്ടായിട്ട് ഒട്ടകാണേ. അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നഹ ബദനത്തിന്, അത് ബലികർമ്മമാണ്, ബലിക്ക് വേണ്ടി നിശ്ചയിച്ച മൃഗമാണ്. നബി കാല തങ്ങൾ പറഞ്ഞു ഇർക്കബ് വൈഹാക്ക്. ഛേ, എന്ത് വർത്താനാജി പറയണത്, അത് കയറിക്കും എൻ്റെ പുറത്ത് നിന്ന്. ഫിസാനിയത്തി അവി സലസത്തി, രണ്ടാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് വൈഹാക്ക് എന്ന് പറഞ്ഞത്, ഛേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മുസ്ലിമിൻ്റെ റിപ്പോർട്ടുള്ളത് ഇർക്കബുഹാബിൽ മഅറൂഫി, ഒരു മാന്യമായ നിരക്ക് പുറത്ത് കയറി, ഇടങ്ങാറാക്കാതെ. ഒരു ജീവുള്ള സാധനമാണല്ലോ, അതൊക്കെ എപ്പോഴും അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. നമ്മളെ മൂരിയാണ്, നമ്മളെ പോത്താണ് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നും കാട്ടാനൊന്നും പറ്റില്ല. ഏറ്റവും കൂടുതൽ ദയ കാണിക്കണം. അതിൻ്റെ പുറത്ത് കയറുകയാണെങ്കിലും കൊന്നുകൂട്ടുകയാണെങ്കിലും എന്ത് പണിപ്പിച്ചാണെങ്കിലും ജീവികളോടൊക്കെ ഒക്കെ പറയുന്നുണ്ട്. ഒരു പശു നമുക്കിടയിൽ അറക്കുകയാണെങ്കിൽ നമ്മൾ അറക്കല്ല കറക്കല്ലേ, കറന്നെടുക്കുകയാണെങ്കിൽ അതിനെ കുട്ടിനെ ദ്രോഹിക്കണമൊക്കെ ഇറക്കാൻ പാടില്ല എന്ന് പറയേണ്ടത്. കുട്ടി കുടിച്ചാൽ നിർത്തിയിട്ട് നമ്മളെന്താക്കാൻ പാടുള്ളൂ. കുട്ടികളെ പട്ടിണി കിട്ടാണ്ട് ഒന്നായിട്ട് നമ്മളെ മൂരി വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. ആ കറക്കണ ആൾ നഖം വെട്ടണം എന്ന് പറയുന്നുണ്ട്. ആ നഖമൊക്കെ അതിൻ്റെ അകടിൽ തട്ടിയിട്ട് അതിനെ മുറിവേൽക്കാൻ പാടില്ല. വേദന അതിന് വേദന അനുഭവിക്കാൻ കാരണമാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതാ പറയണത്, ഇതാ ഉൽജിഹിത്ത ഇലയ, എനിക്ക് നിർബന്ധിതമായ അവസ്ഥയിൽ ഇതിൻ്റെ പുറത്ത് കയറിക്കോ, അതിനൊന്നും താറാറില്ല. അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ എന്നാണ് ഒരു പക്ഷം. ഏത് ലക്കും ഫീഹ, ആ ഷആയിറിൽ അള്ളാൻ്റെ ചിഹ്നങ്ങളിൽ നിങ്ങൾക്കുണ്ട് മനാഫിയു, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്താ ഉപകാരം? പുറത്ത് കയറാം, പാലെടുക്കാം, ഒക്കെ എടുക്കാം. ഇല അജലി മുസമ്മ, നിശ്ചിത അവധി വരെ. സുമ്മ മഹില്ലുവ, പിന്നെ അതിൻ്റെ സ്ഥാനം ഇലൽ ബൈത്തിൽ നത്തീഖ്, പുണ്യപുരാതന ഗേഹമാണ്. അവിടെ കൊണ്ടുപോയിട്ട് അറുത്ത് കൊടുക്കണം. ഇവിടെ നിന്ന് അറുത്തിട്ട് കാര്യമില്ല. ഹറമിൽ കൊണ്ടുപോയിട്ട് എന്താക്കണം? അവിടുത്തെ മിസ്കിന്മാർക്ക് അറുത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ആയത്ത്, ഒരു കൊല്ലി ഉമ്മത്തിൻ ചായല്ല മൻസക്കൻ, എല്ലാ ഉമ്മത്തിനും നാം മൻസക്കാക്കിയാണ്. നുസുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിവ്, ബലി എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. അതിൽ നിന്നുള്ള വരുന്നതാണ് മൻസക്ക് എന്നുള്ള വാക്ക്. അപ്പോൾ ഈ ബലി സംബന്ധമായ അനുഷ്ഠാനങ്ങളും നിയമങ്ങളുമൊക്കെ എല്ലാ ഉമ്മത്തിനും നാം ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു അത്? ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാമി, അള്ളാഹുത്തിൽ അവർക്ക് കൊടുത്ത കന്നുകാലികളുടെ മേൽ അള്ളാഹിൻ്റെ നാമം അവർ പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെയൊക്കെ ഉന്നം മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. മുശ്രിക്കുകൾ ബിംബങ്ങൾക്കാണ് ഇത് നേർച്ചയാക്കണത്. ഇത് ലാത്തിൻ്റെ കന്നാണ്, ഉസ്സൻ്റെ മേൽ ഇറക്കാനുള്ളതാണെന്ന് പറയും. ഇത് കൊടുത്തതാരാ? ഈ കന്നിനാരാ കൊടുത്ത്?
ഇത്രയും ഉപകാരപ്രദമായി കന്നിനെ നൽകിയതാരാണ്? ആ അള്ളാൻ്റെ പേര് പറയണം. ഒരു ബിസ്മില്ലാത്ത വല്ലുസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറക്കണത്. എന്നിട്ട് ആ ചോര അതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് തേച്ച് കൊടുക്കണം ആ വിപത്തിന്. ഈ കന്ന് അവർക്ക് നൽകിയതാരാണ്? ആ അള്ളാൻ്റെ പേര് പറയണം. ഈ ഉദയത്തും ഹക്കീക്കത്തും ഇറക്കുമ്പോൾ എങ്ങനെ പറയേണ്ടത്? ഞങ്ങൾക്ക് സാധാരണ നമ്മൾ കന്നിനെ കറങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല. അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്നൊക്കെ പറഞ്ഞ സുന്നത്തുണ്ട്. ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ മൂന്നിട്ടും പറയാം. അങ്ങോട്ട് അല്ലാഹുമ്മ ഹാദാ മിൻക, ഇത് നിന്നിൽ നിന്നാണ് പഠിച്ചവനെ, വ ഇലൈക നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്, ഫതഖബ്ബൽ മിന്നി എന്നിൽ നിന്ന് സ്വീകരിക്കണമേന്ന് എന്ന് പറഞ്ഞ സുന്നത്തുണ്ട്. ഏതിറക്കുമ്പോൾ? ഉദയത്ത് ഇറക്കുമ്പോഴും നിങ്ങളൊക്കെ ഇറക്കലുണ്ടല്ലോ, പറയലുണ്ടോ? ഞാൻ അങ്ങനെ ഇറക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉസ്താദന്മാർ ചോദിച്ചാൽ മതി. സാധാരണ അറിവ് പോലെയല്ല. റസൂലുള്ള പറഞ്ഞതാ. വേറെ ആളെ ഇറക്കുമ്പോൾ എന്താ എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്നുണ്ടായിരുന്നു. ഒരാളെ നമ്മൾ അറക്കാനാക്കി ഒരാളെ. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യലധികവും. തക്ബീർ പറഞ്ഞു, 3 തക്ബീർ ഉദയത്തിലും ഹക്കീക്കത്തിലൊക്കെ. നമ്മൾ സാധാരണ അവിടെ കൂടുതലൊക്കെ പാടെ തക്ബീറല്ലാണ്, അത് ചെല്ലാനേ ഉള്ളൂ. അതല്ല സുന്നത്ത് അറക്കണ ആൾ ആരാണോ അറക്കണ ആൾ അയാളാണ് ഈ 3 തക്ബീർ. അല്ലാഹു അക്ബർ, ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് ഇങ്ങനെ സ്വലാത്തും ചൊല്ലാം. അറക്കണ വ്യക്തി വേറെ ആൾക്ക് വേണ്ടി അറക്കുകയാണെങ്കിൽ ഫതഖബ്ബൽ മിൻ ഫുലാൻ, ഇന്നാലിന്നവൽ നിന്ന് നീ സ്വീകരിക്കണേ പഠിച്ചവനെ. ഈ കന്ന് നിന്നിൽ നിന്നാണ്, നിന്നിലേക്കാണ്, ഇയാളിൽ നിന്ന്. ഇയാളെ ഇന്ന് അറക്കാൻ ഏൽപ്പിച്ച അയാളാണ് പറയേണ്ടത്. അങ്ങനെയാണല്ലോ അധികം ഉണ്ടാവല്. അവനന്ന് ആ മക്കളിൽ നിന്ന് സ്വീകരിക്കണത് മക്കളുടെ കയ്യിൽ നോക്കണത്. വാപ്പയാണ് ഇറക്കണത്. വാപ്പ അറുത്താലും വല്ലാക്ക അറുത്താലും മൂലർ അറുത്താലും ആരാണോ അത് പൈസ ഒഴിവാക്കേണ്ടത് അറക്കണത് അയാളിൽ നിന്ന് സ്വീകരിക്കണമെന്നാണ് പറയേണ്ടത്. എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറയേണ്ടത് ആരാണ്? സ്വന്തം കന്നിനെ സ്വന്തം അറക്കണ ആളാണ്. ഇല്ലാച്ചിട്ട് അറിവ് ശരിയായൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സുന്നത്ത് അങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. പഠിച്ചോനെ ഇനി പുതുവരെ നമ്മൾ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ബേജാറൊന്നും വേണ്ട. എങ്ങനെ ഉണ്ട് പറച്ചിൽ? വളരെ ഗംഭീരമായ ദിക്റല്ലേ? ഒക്കെ അറിഞ്ഞിരിക്കണം. ഇവരതായിരുന്നില്ല. ഇവരൊട്ടകത്തിനുണ്ടാകും ബിസ്മില്ലാത്ത വല്ല ഉസ്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാത്തി ഉസ്സയും ആ കല്ല് ഈ ഒട്ടകത്തിനെ ഉണ്ടാക്കിക്കണം. ഈ ഒട്ടകത്തിനുള്ള ഫുഡ് തരുന്നവരാണോ? ഒക്കെ അള്ള തരുന്നുണ്ട്. അള്ള ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള ആഹാരവും നിങ്ങളുടെ കാലുകൾക്കുള്ള ആഹാരവും നാമാണ് തരുന്നതെന്ന് അല്ലാഹു തആല എത്ര സ്ഥലത്താണ് ഖുർആനിൽ പറഞ്ഞത്. പിന്നെ എന്ത് വെച്ചിട്ടാണ് ഈ ബിംബങ്ങളുടെ പേര് പറയണത്? എല്ലാവർക്കും അല്ലാഹു തആല മനസ്സക്കാക്കിയിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഒരു പക്ഷേ ആദ്യമായിട്ട് നടന്ന ബലി, ലോകത്ത് നടന്ന ബലി കാബീലും ഹാബീലും ആണ്. കാരണം കാബീലിൻ്റെയും ഹാബീലിൻ്റെയും ഖബറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അങ്ങനെ പറയപ്പെടുന്ന 2 ഖബർ ഞാൻ പോയി കണ്ടാണ്. നമ്മളെ പ്രസിഡൻറ്റിൻ്റെ അടുക്ക് പോകുന്നിടത്താണ്. APJ അബ്ദുൽ കലാമില്ലേ, എന്താണ് വലിയ പാലുണ്ടല്ലോ രാമേശ്വരം, പാമ്പൻ പാലൊക്കെ കഴിഞ്ഞിട്ട് അയാൾ പ്രസിഡൻറ്റിൻ്റെ അവിടുന്ന് എന്താ കൊണ്ട് പറയാം, ഒരു സ്ഥലം കാണാൻ 2 കടലുംപാടെ ചേരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ. എത്താണ്ട് പറയാം അത് അടുക്ക് പോകുമ്പം ഈ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്. അവിടെ എല്ലായിടത്തും മാർക്കൊന്നുമല്ല. എന്തായാലും ഞങ്ങൾക്ക് പോലെ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. ഇങ്ങോട്ട് വേണേൽ സിയാറത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അവിടെ ഞങ്ങൾ പോയി, വണ്ടിക്കാരാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കല് സിയാറത്തൊക്കെ. വണ്ടിക്കാരോടെ നിർത്തി ഞങ്ങൾ പോയി നോക്കുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ ആദ്യം കഥ ഒന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ട് പറഞ്ഞുതരാം? അതൊക്കെ പറയണം എന്നുള്ള പറയുന്നുണ്ടേ. ഇങ്ങോട്ടൊക്കെയാണ് സൂറത്ത് മാഇദയിൽ 27-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ് തുടങ്ങണത്. വത്ലു നബിയെ, നിങ്ങൾ ഇവർക്ക് ഓതി കൊടുക്കണം. അലൈഹിം നബ അബ്നൈ ആദം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കളെ കഥ. ബിൽ ഹക്ക്, വളരെ സത്യസന്ധമായിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കി. ഇത് കറബ ഖുർബാനൻ, 2 ആളും ബലി നൽകി. ഫതുഖുബില മിൻ അഹദിമ, ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖിരി, മറ്റേ ആളത് എന്തായില്ല, സ്വീകരിക്കപ്പെട്ടില്ല. കാല, അപ്പോൾ സ്വീകരിക്കപ്പെടാത്ത ആൾ പറഞ്ഞില്ല അക്തുലന്നക്ക, അന്നെ ഞാൻ കൊല്ലടാണ്. അപ്പോൾ കാല സ്വീകരിക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞു ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇത് ഹാബീൽ പറഞ്ഞതാണ് കാബീലിനോട്.
ഈ ആയത്ത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് സമാധാനിച്ച് നിൽക്കാൻ മാത്രം പറ്റില്ല. അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. മഹാന്മാരൊക്കെ ഒരു അമൽ സ്വീകരിക്കുക എന്നുള്ളതിനെ വലിയതായിട്ട് കണ്ടിരുന്നു. കാരണം ഒരു അമൽ അള്ളാഹ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മുത്തക്കിയാണെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. മുത്തക്കീങ്ങളിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങളാരും ബേജാറൊന്നും വേണ്ട കേട്ടോ, അള്ളാഹുത്തല സ്വീകരിക്കില്ല വെച്ചിട്ട് അങ്ങനെ നിരാശപ്പെടാൻ പാടില്ല. ഇന്നമോ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഭക്തന്മാരിൽ നിന്ന് മാത്രമേ അള്ളാഹുത്തല സ്വീകരിക്കുള്ളൂ. അവിടെ സ്വീകരിച്ചെങ്ങനെയോ, ഹാബീൽ നല്ല തടിച്ചു കൊയ്ത്തൊരു ആടിനെയാണ് ബലി നൽകിയത്. മറ്റേ ആളൊരു കറ്റ, ഒരു നെൽക്കറ്റ, ഒരു ധാന്യത്തിൻ്റെ കറ്റ, ആ പതിരും ആകാത്തൊക്കെ നോക്കിയാണ്ടാണ് മൂപ്പർ കൊടുത്തത്. ഹാബീൽ നല്ല നോക്കിയാണ്ടല്ല, എവിടെയാണ് കേടുന്നതും പതിരൊക്കെ ഉള്ള കറ്റ നോക്കിയാണ്ട് മണം മാറ്റിച്ചിട്ട് കൊടുക്കുകയല്ല. അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടെന്നുള്ള തക്കവുണ്ടെങ്കിൽ ഉഷാറാക്കുള്ളൂ എന്ന് പറഞ്ഞതേ, അതില്ല അവിടെ. കാബിലിനതില്ല. അതുകൊണ്ട് ആർക്കും വേണ്ടാത്തൊരു കറ്റവിടെ കൊണ്ടുവച്ചു. അത് സ്വീകരിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ആടിന് എന്താക്കി, ആകാശത്തു നിന്ന് തീ വന്നാണ്ട് ഉയർത്തലാണെന്ന് സ്വീകരിക്കൽ. ഈ ബലി നൽകണമൊക്കെ തിന്നൽ തുടങ്ങിയത് നമ്മളെ ഉമ്മത്തിലാണ് അള്ളാഹു തആല ഹലാലാക്കിയത്. അങ്ങനെ ആടിനെ സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, സ്വർഗ്ഗത്ത് കൊണ്ടുപോയി. നെൽക്കറ്റ സ്വീകരിച്ചില്ല. അത് കാബീൽ പറയാണ് എന്നെ കൊല്ലുന്നതാണ്. ഹാബീൽ പറയാണ്, ഇങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ ഈ പ്രതികരണം എന്ന് കേട്ടോളേ, ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നിൻ്റെ കൈ എന്നിലേക്ക് നീ നീട്ടിയാൽ, മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക, നിന്നെ കൊല്ലാൻ ഒരിക്കലും എൻ്റെ കൈ ഞാൻ നീട്ടൂല. എന്തുകൊണ്ട്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹിനെ ഞാൻ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുഹബിത്തീങ്ങളെ വർത്താനം പറഞ്ഞില്ലേ, മുഹബിത്തീങ്ങളെ സന്തോഷ വാർത്ത അറിയിച്ചോളി. പിന്നെയുള്ളവർ ഇതാണ് പ്രതികരണം. വിജയികൾ അള്ളാഹ് എന്ന് കേട്ടാൽ പേടിച്ചിട്ടുണ്ടോ, എനിക്ക് അള്ളാഹിനെ പേടിയാണ്, ഞാൻ ഒരിക്കലും കൊല്ലൂല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വസ്മിക വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിന്നാർ വദാലിക ജസാഉൽ ളാലിമീൻ, എൻ്റെ പാപവും നിൻ്റെ പാപമൊക്കെ വഹിച്ചുകൊണ്ട് നീ നരകത്തിലേക്ക് പോകും എന്നെ നീ കൊന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഫതവ്വഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി, ഇതൊക്കെ പറഞ്ഞിട്ടും കാബീലിൻ്റെ നഫ്സ് അവൻ്റെ ദേഹേച്ഛ സഹോദരനെ കൊല്ലാൻ അവനെ പ്രേരിപ്പിച്ചു. ഫഖതലഹു, കാബീൽ ഹാബീലിനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അതോടുകൂടെ അയാൾ പരാജിതരിൽ പെട്ടുപോയി. എന്താ പരാജയം? ഇന്ന് ലോകത്ത് നടക്കുന്ന കൊലയുടെ ഒക്കെ ഒരു പങ്ക് അയാൾക്കാണ്. കൊല എന്ന് പറഞ്ഞതോ ഭയങ്കര കുറ്റമാണ്. അങ്ങനെ ഇപ്പോൾ ബഅസല്ലാഹു ഖുറാബൻ, അള്ളാഹുത്തൊരു കാക്കച്ചിനെ അയച്ചു. യബ്ഹസു ഫിൽ അർളി, ആ കാക്കച്ചി ഭൂമിയിൽ ഇങ്ങനെ മാന്തിയിട്ട് ഇങ്ങനെ ആ ഒരു ചത്ത കാക്കച്ചിനോടെ കുഴിച്ചിട്ടു. ഒരു കാക്കച്ചി. ഇയാൾക്ക് ഈ ഹാബീലിനെ കൊന്നിടത്താ കാട്ടേണ്ടതെന്ന് അറിയില്ല, ചെറിയ പുറങ്ങുണ്ട്. ഇല്ല യുരിയഹു, കാബീലിന് കാക്കച്ചി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൈഫ യുവാരി സൗഅത്താഹി, സഹോദരൻ്റെ ജഡം എങ്ങനെയാണ് മറവടക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതൊരു കാക്കച്ചിന് വിട്ടതാ. അങ്ങനെ ആ കാക്കച്ചി വന്ന് കാട്ടുന്നത് കണ്ടപ്പോൾ ഇവൻ പറയണ ആര്, കാബീൽ, യാ വൈലത്ത, നാശമേ, അജസ്തു അന്നക്കൂന മിഥല ഹാദൽ ഖുറാബി, ഈ കാക്കച്ചിയേക്കാളും പരാജയമായല്ലോ ഞാൻ, അത്ര എനിക്ക് വിവരം ഉണ്ടായില്ലല്ലോ. ഇങ്ങോട്ടിപ്പോൾ ഉവാരിയ സൗഅത്താഹി, എൻ്റെ സഹോദരൻ്റെ മൃതദേഹം സംസ്കരിക്കാനും മറയാനൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്കത് അറിഞ്ഞില്ലല്ലോ ഐഡിയ, കാക്കച്ചിക്കാണല്ലോ അപ്പോൾ ഐഡിയ എന്നെ കടലുള്ളത്. ഫഅസ്ബഹ മിൻ നാദിമിൻ, ആ കാര്യത്തിൽ അദ്ദേഹം ദുഃഖിക്കുന്നവരിൽ പെട്ടുപോയി. ഭയങ്കര സങ്കടമായി. കൊന്നേനല്ല, കാക്കച്ചിനെക്കാട്ടിലും പരാജയം എന്ന് വെച്ചിട്ട്. മിന്നജിലി ദാലിക, ഈ കാരണത്താൽ കതബന അലാ ബനി ഇസ്രായേല, ബനു ഇസ്രായേലുകൾക്ക് നാം നിയമമാക്കി, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരു ആത്മാവിന് പകരമല്ലാതെ ഒരാളെ ആരെങ്കിലും കൊന്നാൽ, എന്നുവെച്ചാൽ കൊന്നതിന് പകരമായിട്ടല്ലാതെ കൊന്നാൽ, ഔ ഫസാദിൻ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തതിന് പകരമായിട്ട്, കൊന്നോലും കൊല്ലാം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണോലും കൊല്ലാം. കൊല്ലാനുള്ള വകുപ്പ് അതൊക്കെയാണ്. ഒന്നിലേക്ക് നമ്മൾ ബാക്കിക്കാരൻ വാപ്പാനെ കൊന്നു, ഓനെ തിരിച്ചു കൊല്ലാം. ഇവിടെ പറ്റില്ല കേട്ടോ, ഇവിടെ കോടതി പോയിട്ട് വരണം, എവിടെയും വേണം പറയാം. പിന്നെ ഒരാൾ നാട്ടിൽ ഭയങ്കര കുഴപ്പമുണ്ടാക്കുകയാണ്, ഓലൊക്കെ എന്താക്കുക, കൊല്ലാം. അങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ പേരിലോ മറ്റൊരു നഫ്സിന് പകരമോ അല്ലാതെ ആരെങ്കിലും അകാരണമായിട്ട് ഒരാളെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമിയ, എല്ലാവരെയും കൊല്ലണതിന് തുല്യമാണ്. മനുഷ്യന്മാരെ കംപ്ലീറ്റ് ലോകത്തുള്ള മൊത്തം കൊല്ലണതിന് തുല്യമാണ്. ഒരു ജീവൻ, അള്ളാഹ് നൽകിയൊരു ജീവൻ, അത് കളയാതാണ് അത്ര ഗുരുതരമാണ്. നമ്മളാരുമല്ല ജീവൻ കൊടുത്ത്. ഒമൻ നഹ്യാ, ആരെങ്കിലും ഒരു നഫ്സിനെ ജീവിപ്പിച്ചാൽ
ഫക അന്നമാ ഹിയന്നാസ് അജ്മീഅ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജീവിച്ചതിന് തുല്യമാണ്. ഇതാണ് സംഭവം. ഇവിടെ ഇവർ രണ്ടാളും ബലി നൽകി. പിന്നെ ആരെ ബലി അല്ലാഹു സ്വീകരിച്ചു? ഹാബീലിൻ്റെത് സ്വീകരിച്ചു. കാബീലിൻ്റെ എന്തായില്ല? കാബീൽ ആൾ പോക്കാണ്. പിന്നെ എങ്ങനെ അയാളെ സിയാറത്ത് ചെയ്യലെന്നാണ് എനിക്ക് ഇഷ്കാലുണ്ടായത്. ബസ്സുകാർ കൊണ്ടാണ് നിർത്തുകയാണ്. കാബീലിനും ഹാബീലിനും കവറാണ് പോയി സിയാറത്ത്. ആര് കണ്ടു പോയാൽ തന്നെയാണോ എന്നുള്ളത് ഞങ്ങളൊന്നും യാസിനൊന്നും ഓതിയിട്ടില്ല. അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് അണ്ണാച്ചിയുടെ കുത്തിരിക്കണം. വേറെ ആരെയും കണ്ടില്ല. മൗലിയന്മാരെ അങ്ങനത്തെ ഒന്നും കണ്ടില്ല. അല്ല, നിങ്ങളാരെയും കണ്ടണോ? അത് ഇപ്പോൾ കണ്ടണോ? എന്നാൽ ഇനി കാണാൻ പോകും വേണ്ട. ഞാനത് കാണാൻ പോയതല്ല. ഞങ്ങൾ പാമ്പമ്പാലം കണ്ടു. അത് കാണാൻ മാത്രമുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ മറ്റേ സ്ഥലം കാണാൻ പോയി. ആ രണ്ടും കൂടുന്ന സ്ഥലം ഉണ്ടല്ലോ. അതിനപ്പോൾ നിങ്ങൾ രാമേശ്വരം എന്നാണ് ധനുഷ്കോടിയിലൊക്കെ പോയി അങ്ങനെ നിന്നു. രണ്ട് കടലും സംഗമിക്കുന്നിടത്തേ നല്ലൊരു കാഴ്ചയാണ്. അങ്ങോട്ട് പോയതാ. അതിലാണ് ഇത് കേട്ട്. ഇനി ഇങ്ങോട്ട് നോക്കി മുഅ്മിനീങ്ങളെ, ഈ ആടിനെ ബഹുമാനപ്പെട്ട ഈ ഹാബീൽ നല്ലൊരു തടിച്ചു കൊയ്ത്ത ഇഷ്ടപ്പെട്ട ഒരു ആടിനെയാണ് ബലി നൽകിയത്. അത് അല്ലാഹു തആല സ്വീകരിച്ചു. അതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതിനെയാണ് പിന്നെ ഇപ്പോൾ ഫദൈനാഹു ബി ദിബിഹിൻ അളീം, നല്ല വണ്ണമായ ഒരു ഉരുവിനെ കൊണ്ട് ഇസ്മായിൽ എന്ന കുട്ടിയെ നാം ദണ്ഡം ചെയ്ത് വിമോചിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അറക്കാൻ വേണ്ടി വാപ്പ ഇങ്ങനെ കത്തിക്കായിട്ട് ഇങ്ങനെ ഇസ്മായിൽ നബീനെ ഇങ്ങനെ അറക്കാണ്. അറുത്തിട്ട് പറ്റണില്ല എന്നാണ്. ഒരു കൗല് കത്തിയോണ്ട് ഇങ്ങനെ മൂർന്നിട്ട് പറ്റണില്ല. അതിൽ ആ പാറമേൽ വെട്ടി നോക്കി. അപ്പോൾ പാറക്കൊക്കെ വെട്ട് പറ്റുന്നുണ്ട്, മൂർച്ചല്ലേണ്ടല്ല. അപ്പോൾ ഈ മോൻ ഇടപെട്ട് പറയാണ്, ഇപ്പാ എന്നെ കൗത്തി കടത്തി കളി, കാരണം എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അറിവ് ശരിയാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അമ്മവും പറഞ്ഞു. അങ്ങനെ ചരിത്രമുണ്ട്. അല്ല, അറക്കാൻ ഓങ്ങിയിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഞാൻ മിഞ്ഞാന്നുള്ള ആയത്ത് മതി. അതിങ്ങനെയാണ്. എങ്ങനെയാണ്? ഫലമ്മ അസ്ലമ, ഉപ്പയും മകനും മുസ്ലിമായപ്പോൾ, വതല്ലഹുലിൽ ജബീൻ, ഉപ്പ മകനെ ചിരിച്ച് കടത്തിയപ്പോൾ, വനാദൈനാഹു, നാം വിളിച്ചു, അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, കത് സ്വത്തക്ത റുയ, സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, എല്ലാ സുഹൃത്തികൾക്കും ഈ വണ്ണം നാം പ്രതിഫലം നൽകും. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് ഒരു പരീക്ഷണം മാത്രമായിരുന്നു. മകൻ അറക്കണം എന്ന് പറയുമ്പോൾ അറക്കോ ഇല്ലേ എന്നുള്ളത് നോക്കൽ മാത്രമായിരുന്നു. ഫദൈനാഹു ബി ദിബിഹിൻ അളീം, വണ്ണമായ ഒരു ഉരുവിനെ കൊണ്ട് നാം കുട്ടിയെ വിമോചിപ്പിച്ചിരിക്കുന്നു. ജിബിലിൻ്റെ ആടിനെങ്ങനെ കൊണ്ടുവരുന്നു. ഏതാടാണ്? ഈ ആടാണത്. ഹാബീലും ബലി നൽകിയ ആടാന്ന് തഫ്സീൽ പറയുന്നുണ്ട്. അതിനെ സ്വർഗം തോന്നുന്ന മനസ്സിലായോ? നല്ല മനസ്സിലാക്കണം. പണ്ടൊരു മൂലയിൽ ഇങ്ങനെ വെള്ളം ഇട്ടുണ്ട്. കേട്ട ആളിനോട് ഒന്നുകൊണ്ട് പറയാണ്, പിന്നെ അന്ന് ഹാബിലിനെയാണ് അർത്ഥയിലേന്ന്. അയാൾ കേട്ട അതാണ് കുറ്റം മൂലർക്കാണ്. എന്നോട് ചോദിച്ചതാണ്. മൂലർ ഇങ്ങനെയാണ് പറഞ്ഞത്. ആരാണ് അവൻ്റെ അർത്ഥം? ഇബ്രാഹിം നബി അർത്ഥം ഹാബീലിനെയാണ്. ആരെ ഒഴിവാക്കിയാണ്ട്? ഹാബീൽ ബലി നൽകിയ ആടിനെയാണ് ആരറക്കണത്. അത് കേൾക്കൽ കേട്ടിട്ട് കാര്യമില്ല. റാഫ് ഉറക്കില്ലേ. എല്ലാ സമൂഹത്തിലും ബലികർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അള്ളാൻ്റെ പേര് പറയാനാണ്. അതൊക്കെ തഖ്വൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതുമാണ്. ദൈവഭക്തിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആ ദൈവഭക്തിയുടെ ഒരു ടച്ചുള്ള ബലികർമ്മങ്ങൾ, അത് മാത്രമാണ് സ്വീകാര്യം. ബിംബങ്ങൾ പേരുള്ളതും മറ്റുള്ളവരുടെ പേരുള്ളതൊന്നും ഒരിക്കലും സ്വീകാര്യമല്ല. മനസ്സിലായോ? ഊന്നി പറഞ്ഞത് മുശ്രിക്കീങ്ങളെങ്ങനെ കാണണം, ഓല് ചെയ്യുന്നതൊക്കെ നിങ്ങൾ അറിയണം. അപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകുക. ഓല അറിവൊക്കെ ആർക്കുള്ളതായിരുന്നു? ബിംബങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. വജ്ജത് തോന്നുമ്പോളേ ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, നുസുക്കി, എൻ്റെ അറിവ് എന്ന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നുസ്കിന് ഇങ്ങനെ അറിവ് എന്നുള്ള അർത്ഥമുണ്ട്, മറ്റ് ആരാധനകൾ എന്നുള്ള അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ അതാണ് വെക്കൽ സാധാരണ. ഇങ്ങനെ അർത്ഥമുണ്ട്. എൻ്റെ നിസ്കാരമല്ല, എൻ്റെ അറിവും അല്ലാഹ്ക്കുള്ളതാണ്. ഇന്ന സ്വലാത്തി വ നുസ്കി വ മഹ്യായ വ മമാത്തി, കാരണം പിന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, അറക്കുക. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അറിവ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ അറക്കണ കന്നിനെ അള്ളാഹ് തന്നതാണ്. അത് അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് അറക്കാനുള്ളതാണ്. ആ ബലി അതിൻ്റെയൊക്കെ മറുപടി ഇന്നലെ കോയമ്മ പറഞ്ഞല്ലോ ഇവിടെ. അതിനൊക്കെ കോയമ്മ തന്നെ പറഞ്ഞതിനെ കുറച്ച് അറിയണേ. നമ്മൾ ഇന്നലെ കളില്ലേനെയോ? ഞാന്ന് പറഞ്ഞേ
അതായത് അതൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ് അറക്കൽ. ആ അറക്കണമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ റബ്ബേ, ഇതിന് ഞങ്ങൾക്കുള്ള പോലത്തെ കൂലി കൗസുല്ലാദമിനും കൊടുക്കണേ എന്ന് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നേരിട്ട് അള്ളാഹിനെ കൂട്ടാതെ നേരെ കൗസുല്ലാദമിനെ ഉദ്ദേശിച്ച് ചെയ്യണമെങ്കിൽ അത് ശരിയല്ലാതെ നമ്മളെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ചില പാമരന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യണമെന്നും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് കൂട്ടത്തിലെ പോടെ എനിക്കറിയില്ല. ചില കോയും ചില ആടൊക്കെ നേരിട്ട് ഞാനൊരുക്ക ഈ ഇതുപോലത്തെ ഒരു കാര്യം കൊണ്ട് ഉപ്പാക്ക് ഭയങ്കരമായിട്ട് ബേജാറുണ്ടായി. നെതീസ്ഥാനോട് ചോദിക്കലൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് അറിയത് ഇല്ല. ഞാൻ ഈ കഞ്ഞിമൂലൊക്കെ പറഞ്ഞവർക്കത്തൊക്കെ പറയല്ലോ കുറച്ചൊക്കെ. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒന്നും പറയില്ല. ഞാൻ പിന്നെ ഒരു പൊട്ടനായോണ്ട് ഇങ്ങനെ പറയാന്നുള്ളൂ. ഇങ്ങനെയൊക്കെ കിതാബിലുണ്ടെന്നൊക്കെ. ഞാൻ ഒരു പൊട്ടനാകാറുണ്ട്. ഇതൊരു പൊട്ടനാല തന്നെയാണേ. പിന്നെ കഴിഞ്ഞു പോയി. മറ്റൊരു ഇങ്ങനെ ഇയാളിപ്പോൾ ഏതാ, ഇയാളിപ്പോൾ എന്താ അല്ലേ അത്ര അങ്ങനത്തെ ഇഷ്കാരൊക്കെ ഉണ്ടാവും ചെല്ലുക്ക് ഉണ്ടാക്കുന്നല്ലേ. എനിക്കത് അറിയണ്ടല്ല. ഞാൻ പിന്നെ പൊട്ടനായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ പറയുന്നുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ ചിലവർ വന്നിട്ട് എന്നോട് ചോദിക്കും, അങ്ങനെ ഉസ്താദേ അങ്ങനെയാണെങ്കിൽ പോയി നമ്മളെന്നാൽ ഇപ്പോൾ തരും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ ഉണ്ട്. നല്ല ശ്രദ്ധിക്കണം. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാണ്. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പിന്നെന്തിനാണ് മൊയ്തീൻ ശേഖനൊക്കെ നമ്മൾ എന്ന് ചോദിച്ച ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞാൽ മൊയ്തീൻ ശേഖനൊക്കെ നമ്മൾ കുറേ അങ്ങോട്ട് കൂലി അത് ചെയ്തിട്ട് വേണം പഠിച്ചോനെ ഇതിൻ്റെ കൂലി മൊയ്തീൻ ശേഖന് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കമ്മി അവിടെ ഉണ്ടോ? അതിന് മറുപടി എന്താണെന്നറിയോ? അത് ഞാൻ പറയണേ അത് കമ്മിൻ്റെ ആയിട്ടല്ല. ഞങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തിലാണില്ലേ. എന്താ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബിക്ക് നീ വമ്പിച്ച കരുണ ചെയ്യണേ എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ കരുണൻ്റെ കമ്മി എന്തെങ്കിലും ഉണ്ടോ? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അള്ളി മലക്കുകളും നബിക്ക് സ്വലാത്താണ്. മുഅ്മിനീങ്ങളും ചൊല്ലിക്കോളി. എന്നാൽ ചെല്ലിയ ഞമ്മക്ക് ഗുണം കിട്ടാനാണ്. മഹാന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധം ഓൽക്ക് നമ്മൾ നേർച്ചയാക്കണോ അതേ ചെയ്യണമൊക്കെ ഞമ്മക്ക് കാര്യം കിട്ടാനാണ്. ഓൽക്ക് കിട്ടും ചെയ്യും. ഓൽക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കണോ? തങ്ങൾ വഫാത്തായ എന്നത്തെ ദർജല്ലപ്പോൾ ഇന്ന് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെ ഒരു പങ്കും റസൂലുള്ളാഹിക്ക് ദർജ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇനി നമ്മൾ നിസ്കരിക്കേണ്ട എൻ്റെ ഒരു പങ്കാർക്കുണ്ട്. അതൊക്കെ വളരെ ത്യാഗത്തോടെ തങ്ങളല്ലേ ദൈവത്തെ ചെയ്തിട്ടില്ലേ നമുക്ക് കിട്ടിയത്. ഈ സ്വലാത്തിനനുസരിച്ച് തങ്ങളെ ദർജ കൂടുകയാണ്. ദർജക്ക് കമ്മിൻ്റായിട്ടല്ല. അതൊക്കെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കണം. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നേരിട്ട് ഈ മഹാന്മാരിലേക്കുള്ളൊരു കുർബത്തും അടുപ്പവും ചില നാടന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ പറയും. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നാളുടെ പറയൽ. അതുകൊണ്ടൊരു പോയി ഒരു ചാക്കരി അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അത് ശരിയല്ല. അങ്ങനെ പറയരുത്. മനസ്സിലായോ? അതൊന്നൊരു നല്ല പറച്ചിലല്ല. അപ്പോൾ അള്ളാഹ് വരുന്നില്ലേ. അപ്പോൾ കണ്ടങ്ങൾ എല്ലാ ഉമ്മത്തിലും ഈ മനസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? യദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാമി. അള്ളാഹ് നൽകിയ കന്നുകാലികളുടെ മേൽ അള്ളാഹിൻ്റെ പേര് പറയാനായിരുന്നു, അല്ലാതെ ബിംബങ്ങളുടെ പേര് പറയാനായിരുന്നില്ല. അത് ചെയ്തതോ ബിംബങ്ങൾ, മുശ്രിക്കുകൾ ചെയ്ത ബിംബങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ മുശ്രിക്ക് ആകാശത്തുനിന്ന് വീണ ഒരുത്തനെ പോലെയാണെന്നൊക്കെ ഇവിടെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇന്നലെ പറഞ്ഞിട്ട് വല്ലാത്ത ബന്ധമാണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക്. ഇന്നലെ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടാൽ മതി. ഫ ഇലാഹുക്കും, നിങ്ങളുടെ എല്ലാവരും ഇലാഹും. അന്ന് ഇബ്രാഹിം നബി ആയിക്കോട്ടെ, ഹാബീൽ ആയിക്കോട്ടെ, അവിടെ നിന്ന് കൂടെ പോരട്ടെ, ആദം നബി അലൈഹി സ്വലാം മുതൽച്ച് ഇന്നോടുള്ള ഏത് ഉമ്മത്തിൻ്റെയും നിങ്ങളുടെ ഒക്കെപ്പാടെ ഇലാഹ് ഇലാഹുൻ വാഹിദ്, ആ ഏകനായ ഇലാഹാണ്. ഫലഹു അസ്ലിമു, അതിനുവേണ്ടി മാത്രം നിങ്ങൾ മുസ്ലിം ആവണം, സമർപ്പിക്കണം, ആജ്ഞാനുവർത്തികളാവണം. ആ അല്ലാഹു തആലാൻ്റെ മുസ്ലിങ്ങളായി വിനയമുള്ള അനുസരണമുള്ള ആജ്ഞാനുവർത്തികളായി മാത്രം നിങ്ങളാവണം. വബശ്ശിരിൽ മുഹ്ബിത്തീൻ, എന്നിട്ട് നബി തങ്ങൾ അള്ളാഹ് പറയാണ് മുഹ്ബിത്തീങ്ങളായ ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം കേട്ടോ നബി. മുഹ്ബിത്തീങ്ങളാണ് വിനയമുള്ളവർ എന്നാണ്. അവർക്ക് ഏതില്ല, കിബറും അഹംഭാവമൊന്നുമില്ല, അനുസരണം ഉണ്ടാവും, പറഞ്ഞമാർക്ക് കേൾക്കും. വിനയത്തിൻ്റെ അടയാളം അതാണ്. അഹങ്കാരികളുടെ ലക്ഷണം എന്താണ്? എന്താ ഓന് പറയാൻ ഇവിടെ, ഇല്ലെങ്കിൽ മൂല്യന്മാർ പറഞ്ഞ പൊക്കപ്പാട് ശരിയാ, പൊക്കപ്പാട് പറഞ്ഞാൽ പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. എന്നാൽ അവരൊക്കെ കയറി നിന്നോട്ടെ, എൻ്റെ വേണ്ട ഒരാളെ സൊഫുക്കേ ചെയ്ത്താനൊക്കെ അവിടെ നിന്നോട്ടെ.
എന്താണ് അതൊക്കെ തക്കബുറാണ്. മുഹബിത്തീങ്ങൾ എന്ന് പറയില്ല. മുഹബിത്തീങ്ങൾ കേട്ടപ്പോൾ കണ്ടില്ലേ ഹാബീൽ പറഞ്ഞത്, എന്നെ കൊല്ലാണെങ്കിൽ കൊന്ന, ഞാൻ ഒരിക്കലും കൊല്ലാൻ വേണ്ടി കൈ അങ്ങോട്ട്. അതാണ് വിനയം. മറ്റേത് തക്കബുറാണ്. ഒന്ന് സ്വർഗത്തുക്കളാണ്, ഒന്ന് നരകത്തുക്കളാണ്. ഹദീസുകൾ കേട്ടണോ? റസൂൽ പറയണ അല ഉഖ്ബിറുക്കും ബിമൻ, ഒരുത്തിനെ പറ്റി ഞാൻ പറഞ്ഞോ, തെഹറുമോ യഹറുമോ അലന്നാർ, നരകത്തിനവൻ നിഷിദ്ധമാണ്, ഓൻ നരകത്തിന് ഹറാമാണ്. അല്ലെങ്കിൽ ബിമൻ യഹറുമോ, അങ്ങനെയല്ല, തഹറുമു നാറു അലേഹി, നരകം അവനക്ക് നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ഇവൻ നരകത്തിന് മേൽ നിഷിദ്ധമാണ്. അങ്ങനെയുള്ള ആളെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിബിധങ്ങൾ പറയാണ്, തെഹറുമല്ല കുല്ലി കരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. സ്വർഗാവകാശിനെ പറ്റി 3 ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഹയ്യൻ, വളരെ സൗമ്യൻ, ലയ്യൻ, മൃദുല സ്വഭാവി, സഹിൽ എന്നാൽ തന്നെ വളരെ സഹിലായ ആൾ. എന്താ പേര് പറയല്, വളരെ സൈലൻ്റാന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് സഹിൽ പറയല്. അതിനാണ് ഇതിനർത്ഥം. കരീബ്, ആളുകളോടൊക്കെ അടുപ്പമുള്ളവൻ. അത്തരം ആളുകൾ എപ്പോഴും ആളുകളോട് അടുപ്പായിരിക്കും, ആളുകളൊപ്പിക്കാരം. മുത്തക്കബിരിയങ്ങൾ എപ്പോഴും ആളുകളൊരു മൈൻഡില്ലാതെ ഇങ്ങനെ അകന്നുകൊണ്ടേക്കാരം. ആളുകളൊരിത് കടുക്കില്ല, ഓർക്ക് നരകമാണ്. മങ്കാന കണ്ട അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാരി, നരകക്കാരാരാ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? കുല്ലു ഉതുല്ലിൻ ജവ്വാദിൻ മുസ്തക്ബിരിൻ, അഹംഭാവിയും പൊങ്ങച്ചക്കാരനുമായ എല്ലാ ക്രൂരന്മാരും. ക്രൂരത ഉത്തുല്ലിനാണ്, ദയ ഉണ്ടാവില്ല, നിർദ്ധയനായ ആൾ, അഹംഭാവി, പൊങ്ങച്ചക്കാരൻ, ഓരൊക്കെ നരകത്തുകൾ. മങ്കാന ഫീ കൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടകുമണിൻ്റെ അത്ര കിബർ ഒരുത്തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കബ്ബഹുല്ലാഹു വജീഫിന്നാരി, ഓനെ മുഖം കുത്തി അള്ള നരകത്തിലേക്ക് വീഴ്ത്തുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടുകുമണിൻ്റെ അത്ര ഒന്നുമല്ലേ നമുക്കൊക്കെ ഉള്ളത്, ഇലാറുണ്ട്. അതൊക്കെ നമ്മൾ ചേലും കോലം കാണണമെങ്കിൽ കിബറിൻ്റെ ഓരോ അവസരങ്ങൾ വരണം. എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. എല്ലാവരും ഇങ്ങനെ ബഹുമാനിച്ചൊക്കെ നിൽക്കുമ്പോൾ തിരക്കില്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിബറിനോട് വിരലടങ്ങും. നേരെ ഇങ്ങനെ പോകുമ്പോൾ തിരക്കിടില്ല. ഒരാളിപ്പോൾ നമ്മളെ ചോദ്യം ചെയ്യുകയാണ്, അല്ലെ നമ്മളെ ഇൻസൾട്ട് ആക്കണം, അപ്പോൾ നമ്മൾ ഇളകൂലേ? ചിലപ്പോൾ പറഞ്ഞ സത്യമാണ് ഈ കാര്യം. അപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അതിൻ്റെ പേരാണ് കിബർ അറിയണത്. പിന്നെ കിബറിന് ഏറ്റവും നല്ല ഉദാഹരണം റസൂലുള്ള പറഞ്ഞാണ്, മനസ്സിലാക്കിക്കോളി. ആ തുണിയും ഫാൻ്റെ ഒക്കെ നിര്യാണിന് നേരെ താത്തിയിട്ട്, അതൊരു കിബറാണ്. അത് നിര്യാണിൻ്റെ മേലാകുമ്പോൾ ഒരു ഡീസൻറ്റ് കമ്മിയാന്ന് തോന്നുകയാണ്. അത്രയും ഫൈലുല്ലിൽ അഖാബി മിനന്നാർ, ഓൽക്കാണ് നരകം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. നാളെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കാത്ത 3 കൂട്ടരിൽ ഒന്നായിട്ട് അവരെണ്ണീട്ടുണ്ട്. അപ്പോൾ കിബറിൻ്റെ ഒരു കടുകുമണി പോലും ഉണ്ടാകാൻ പാടില്ല. സുജൂദൊക്കെ ചെയ്താൽ കിബറൊക്കെ പോകണം, പക്ഷെ കിബർ പോകണില്ല, സുജൂദ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ മുഹ്ബിത്തീങ്ങളുടെ ലക്ഷണം അല്ലദീന, എങ്ങനെയുള്ളവരാണ്? ഇതാ ദുഃഖിറല്ലോ, അള്ളാഹ് എന്ന് കേട്ടാൽ വജിലത്ത് കുലൂബും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. വസ്വാബിരീന അലാമ അസ്വാബഹും, അവർക്ക് എന്തെങ്കിലും മുസീബത്ത് പറ്റിയാൽ ക്ഷമിക്കും. വൽ മുഖീമി സ്വലാത്തി, നിസ്കാരം അതിൻ്റെ മുറ പോലെ നിലനിർത്തുകയും ചെയ്യും. ഇമ്മ റസഖനാഹു യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. ഇപ്പോൾ ഈ ഉദയ തറക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല മാർഗത്തിൽ ചെലവഴിക്കും. അള്ളാഹ് തന്നു ഇങ്ങനത്തെ ഒരു 3-4 ഗുണം പറഞ്ഞിട്ട് അതൊന്നും ഞാൻ പരത്തി പറയണില്ല. നമുക്കിന്ന് എന്താ വെച്ചാൽ രാത്രി ആണ് കാര്യമായിട്ട് പറയാനുള്ളത്, ചെയ്യാനുള്ളത്. ഒന്ന് വിശ്രമിക്കൊക്കെ വേണം. അവിടെ പെട്ടെന്ന് നിർത്തുകയാണ് ഞാൻ. അങ്ങനെ നോക്കണം. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ച ആളിനെ എന്നോട് കാണാനില്ല. നമ്മളാ മറന്നാണ്ട് ഇങ്ങനെ റുക്കൂക്ക് പോയി നീച്ചാൽ പിന്നെ സെവിൻ്റെ സുജൂദ് ചെയ്യണമെന്നുള്ള അത് ചെയ്യണം. സെവിൻ്റെ സുജൂദ് ആകെ 6 സമയത്താണ് ചെയ്യാനുള്ളത്. ആകെ സെവിൻ്റെ സുജൂദ് ചെയ്യേണ്ട ഘട്ടങ്ങൾ ആകെ 6 പറയല്ലേ, അയാൾ കേട്ടോളൂ അല്ലേ? ഇയാൾ നാളെ ഒരു മേക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനൊന്ന് പറയാം. സെവിൻ്റെ സുജൂദ് ആകെ 6 സംഗതികളാണ്. അത് ഏതൊക്കെയെന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നിർത്തണം. 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? തുർക്ക് വാദിമിൻ അബാദി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ അബാദ് സുന്നത്തിൽപ്പെട്ട ഒന്നിനെ ഉപേക്ഷിക്കുക. കുനൂത്ത്, ആദ്യത്തെ തയ്യാത്ത്, അതിലുള്ള സ്വലാത്ത്, അതിനുള്ള നൃത്തം ഇരുത്തം, ഇതൊക്കെയാണ് എന്ത്?
പിന്നെ അവസാനത്തെ അധ്യായത്തിൽ ആലിൻ്റെ മേലുള്ള സ്വലാത്ത്. ഇതൊക്കെയാണ് അബേദ സുന്നത്ത്. വജ്ജ് തോതിൽ, സൂറത്ത് തോതിൽ, ആയു തോതിൽ, സുബ്ഹാന റബ്ബിൽ അഅ്ല, ഇതൊക്കെ ഹയ്യാത്ത് സുന്നത്താണ്. രണ്ടായിരം സുന്നത്തുകളുണ്ട്. ഹയ്യാത്ത് സുന്നത്തുണ്ട്, അബേദ സുന്നത്തുണ്ട്. അബേദ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ഈ അബേദ സുന്നത്തിൽപ്പെട്ട ഒന്നിനെ ഒരാളങ്ങോട്ട് ഒഴിവാക്കി എന്തൻ കരുതി കൂട്ടി വെച്ചാലും വേണ്ടില്ല, അത് സ്വയം മറന്നു വെച്ചാലും വേണ്ടില്ല. വലോ ഹർഫൻ, ഒരു ഹർഫ് ഒഴിവായാലും അങ്ങനെ തന്നെയാണ്. അവിടെ കിതാബിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുന്നത്ത് ഓതി, അപ്പോൾ ഒരാൾ ഓതി എങ്ങനെയാണ്? ഫ ഇന്നക തഖ്ലി വലാ യുഖ്ലാലൈക ഫ ഇന്നഹു ലാ യദല്ലു മിൻ വലൈദ. അപ്പോൾ ഒരു അക്ഷരം പോയി. ഏതാ പോയത്? വാവ് പോയി. വ ഇന്നഹു എന്നാണ് അവിടെ. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഓതിയത് വ ഇന്നക തഖ്ലി വലാ. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കലുണ്ട്. അതുകൊണ്ട് പറയാണ്. ഉസ്താദ് ഞാൻ ഓതി എന്നത് പറഞ്ഞിരുന്നു. ഇവക ഫാള് മാറ്റാണ്ട് വാവാക്കുക. ഒരക്ഷരം പോയില്ലേ? കുനൂത്ത് ഓതിയാൽ പിന്നെയും സുന്നത്ത് ചെയ്ത് ചെയ്യേണ്ടി വരും. സുന്നത്താണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം കേട്ടോളി. ഷക്കുൻ സംശയിക്ക ഫി തർക്കി ബാദിൻ മുഅയ്യനിൻ. ഒരു അബേദ സുന്നത്തിൽപ്പെട്ട ഒന്നിനെ ഉപേക്ഷിച്ചോ എന്ന് സംശയം. ഇയാളിങ്ങനെ അദ്ദേഹത്തിന് ഓതുമ്പോൾ അയാൾക്ക് ഒരു ഡൗട്ട്, ഞാൻ കുനൂത്ത് ഓതിയോ ഇല്ലേ എന്ന്. ഉണ്ടാവില്ലേ? ഉണ്ടായാലുണ്ടേ, ചിലപ്പോൾ നമുക്ക് ഉണ്ടായാലുണ്ടേ. ഓക്കെ, ഞാനിപ്പോൾ കുനൂത്ത് ഓതിയോണ്ടോ ഈ നിൽക്കണത് അല്ലാതെ ആണോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോഴും എന്ത് ചെയ്യണം? സബിൻ്റെ ചോദ്യം ചില സുന്നത്തുണ്ട്. ആളുകളിപ്പോൾ മേപ്പെടും, ഇയാളിപ്പോൾ എന്തിനാപ്പോൾ ഈ ചെയ്യണമെന്ന് ആളുകൾക്ക് കൊടുത്തും കിട്ടില്ല. കാരണം കുനൂത്ത് ഓതിയനല്ലോ. ഇമാമ കുനൂത്ത് ഓതിയന് ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ? കുനൂത്ത് ഓതിയന്. പക്ഷേ അദ്ദേഹത്തെ ഓതിപ്പോയൊക്കെ ഡൗട്ട് ഓതിയോ ഇല്ലേന്ന്. അപ്പോഴൊക്കെ ഏത് സുന്നത്തുണ്ട്? സുജൂദ്. ഇയാൾ സുജൂദൊക്കെ പോകുമ്പോൾ ആളുകൾ എന്തിനാ ഇപ്പോൾ ഇയാൾ ചെയ്യണത്, ഈ പോയ വണ്ടി പോകാതൊക്കെ വണ്ടി വെച്ചിട്ട് ആളുകൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഇമാം പോയാൽ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇമാമിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളങ്ങനെയൊന്നുമില്ലല്ലോ. കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, മൂന്നോ നാലോ എന്നുള്ള ഡൗട്ട് ഉണ്ടായി ഇമാമിന്. ഡൗട്ടോട് കൂടെ നിസ്കരിച്ചിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ നിസ്കാരത്തിന് ഒരു കുഴപ്പം കണ്ടിട്ടില്ല. പക്ഷേ ഇമാമിൻ്റെ അതിൻ്റെ ഇടയിൽ മൂന്നാറക്കത്തിൽ മൂന്നാണോ നാലാവുന്നൊരു തോന്നലുണ്ടായാണ്ട് മൂപ്പര് മൂന്നെന്ന് വെച്ചിട്ട് പോയിക്കണ്. സംഗതി മൂന്ന് തന്നെയാണ്. മമ്മൂമിയൊക്കെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഇമാമിനുണ്ടായിന്. ഇമാമ് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് അവരുടെ കൂടെ ചെയ്തോളി. ഇമാമ് ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ മമ്മൂന് പറ്റില്ല. ഇപ്പം രണ്ട് കാരണമായോ? മൂന്നാമത്തെ കാരണം നക്കുലു മത്തുലൂബിൻ കൗലിയില്ല ഇബത്തുൽ നക്കുല ഒരു മാലി. ഒരു കൗലിയായ ഒരു മത്തുലൂബിനെ ഫറദോ സുന്നത്തായിട്ടുള്ള കാര്യം അതിൻ്റെ സ്ഥാനമല്ലാത്തവർക്ക് നീക്കം ചെയ്യുക. ഒരാൾ മൂന്നാറൊക്കകത്ത് നീച്ചുന്നാണ്ട് അത്തയ്യാത്തിൻ്റെ നീച്ചാണ്ട് ഭയങ്കരമായിട്ട് അത്തയ്യാത്തിൻ്റെ ഓതി തുടങ്ങി. അത്തയ്യാത്തിൽ മുബാറക്കാത്ത് സ്വലവ ഫാത്തിഹ ഓതേണ്ട കൊടുത്ത്, അല്ലെങ്കിൽ അത്തയ്യാത്തിൽ നിന്നാണ്ട് ഫാത്തിഹ സൂറത്താണ്ട് ഓതി. സ്ഥാനം മാറ്റി ഒരു കൗലിനെ അതിന് എന്ത് ചെയ്യണം? പിന്നെ ഓത്തൊക്കെ ഓതുമാണ് കേട്ടോ. അദ്ദേഹത്തെ ഓതിയാണ്ട് പോയിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ കിടന്ന് എത്തിച്ചാണ്ട് പിന്നെ ഏത് ഓതണം? ഫാത്തിഹ ഓതും. അല്ലാതെ അദ്ദേഹത്തെ ഓതിയാണ്ട് പിന്നെ ഏത് ചെയ്താൽ മതി, സുജി ചെയ്താൽ മതി എന്നല്ലേ പറയുന്നത്. ഫാത്തിഹ ഓതന്നെ വേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. പിന്നെ ചുരുക്കി പറയാട്ടോ, നാലാമത്തെ കാര്യം സഹുമായി യുബത്തുലം കരുതി കൂട്ടി ചെയ്ത നിസ്കാരം ബാത്തിലോ എന്ന കാര്യത്തെ മറന്നു ചെയ്തു. അതാണ് ഇപ്പം ഇന്നലെ മൂപ്പര് ചോദിച്ച്. ഇവിടെ എന്താ കോയമൊരു ചോദ്യം ചോദിച്ചു. ഒരാൾ റുക്കൂക്ക് എത്തിയപ്പോഴാണ് മൂപ്പര് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ എന്താണ് നീച്ചണ്ടേ? അപ്പോൾ അയാൾ ഫാത്തിഹ ഓതാതെ റുക്കൂക്ക് പോവാണ് ചെയ്തത്. അത് കരുതി കൂട്ടി ചെയ്ത നിസ്കാരം ബാത്തിലാവൂലേ? മറന്നുകൊണ്ട് നിസ്കാരം എന്താവില്ല? അതാണ് മൂപ്പര് ചോദിച്ചത്. അപ്പോൾ സബിൻ്റെ ജീവിതം എന്താണ്? ചില സുന്നത്തുണ്ട് ചെയ്യണം എന്നാണ്, ചില സുന്നത്തുണ്ട്. സുന്നത്തേ ഉള്ളൂ, ഫറദ് ഒരിക്കലുമില്ല. ഫറദായിട്ടും ചെയ്യേണ്ടത് ഇമാമ് ചെയ്യുമ്പോൾ മമ്മൂമ ചെയ്യൽ മാത്രം. അടുത്തത് അഞ്ചാമത്തേത് ഷക്കു ഫീമ സൊല്ലാഹു. നിസ്കരിച്ചിൽ ഡൗട്ടുണ്ടായി, മൂന്നോ നാലോ അതിൽ. എനിക്ക് വിശദീകരണങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ പറയണില്ല, ഞാൻ ചുരുക്കി പറയാം. അസാദിസു ആറാമത്തെ ഒരു കാര്യം വക്കൂ ഷെയ്മിൻ ആദിൽ അസ്വാബിമിൻ ഇമാമി. ഈ സംഗതിയൊക്കെ ഇമാമിൽ നിന്നുണ്ടായി, അവനിൽ നിന്നുണ്ടായിട്ടില്ല, ഓൻ്റെ ഇമാമിനുണ്ടായി. ഇന്ന് ആര് ചെയ്യണം? മമ്മൂമ് ചെയ്യണം. കണ്ട ഫൈ യസ്ജുദു, അപ്പോൾ ആ മമ്മൂമ് ചെയ്യണം. വൈലൻ യസ്ജുദ് ഇമാമ് ചെയ്തിട്ടില്ലെങ്കിലും ഇമാമ് സലാം വീട്ടി ഈ ഗുണ തോതാതെ, എന്നാലും മമ്മൂമ് ചെയ്യൽ സുന്നത്തുണ്ട്. വൽ മസ്ബൂക്ക്, അവിടെ മസ്ബൂക്കായിരുന്നെങ്കിൽ യുഴീദുഫി ആഹിർ സുലാത്തി, വിനോദ നിസ്കാരത്തിൽ ലാസ്റ്റിലൊന്ന് മടക്കൽ ചെയ്തിട്ടുണ്ട്. ഇമാമ് സലാം വീട്ടിൽ രണ്ടരക്കാതെ ഇവിടെ നീച്ച് നിസ്കരിച്ച ആളാണ്.
അപ്പോൾ ഇമാമിൻ്റെ കൂടെ ചെയ്തു. ഇനി ഓരോ നിസ്കാരത്തിൻ്റെ ലാസ്റ്റ് ഒന്നുകൂടി സുന്നത്തുണ്ട്. ഇന്നൽ മൗമൂമ യൽഹഖു സൗൽ ഇമാമി, കാരണം ഇമാമിൻ്റെ മറവിയൊക്കെ മൗമൂമിനോട് ചേരും. വൽ ഇമാമോ ഇമാമു യമലു സൗൽ മൗമൂമി, മൗമൂമിൻ്റെ എല്ലാ മറവിയും ഇമാം ഏറ്റെടുത്തുകൊള്ളും. അപ്പോൾ ഇമാമിൻ്റെ പുറകിലായിരിക്കും നമുക്ക് ഈ ആദ്യം എന്തെങ്കിലും കട്ടകാലം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, അത് കാര്യം ഏറ്റെടുത്തു. ഇപ്പോൾ ഇന്നൊക്കെ തക്കലീ നമ്മൾ അവിടെ ഒന്നും ചെല്ലിയില്ല, നമ്മൾ ചെല്ലണമല്ലോ. കുനൂത്തിൽ അങ്ങനെ 3 ഘട്ടമാണ്. ഇന്നൊക്കെ മുതൽ എല്ലാവരും പറയണം. ഉറക്കെ പറയത്തിട്ടോ മമ്മൂമിങ്ങൾ, ഇമാം ഉറക്കെ പറയുമ്പോഴാണ് മമ്മൂം മെല്ലെ പറയേണ്ടത്. അങ്ങനെ ഇന്നൊക്കെ തക്കലീ മുതലിച്ചുള്ളതൊന്നും അവർ പറഞ്ഞില്ല. മമ്മൂമ് എന്നോ എൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ. കാരണം ഇമാമിൻ്റെ ബേക്കിലായപ്പോഴല്ലേ അത് കാര്യം ഏറ്റെടുത്തു, ഇമാം ഏറ്റെടുത്തു. സ്വലാത്ത് മമ്മൂമ് ചെല്ലൽ ആമി പറയണ വേണ്ടത്, അത്രയാണ് നല്ലത്. ഒന്നിച്ച് ചൊല്ലാതിരിക്കണം നല്ലത്. ചൊല്ലാൻ പാടില്ലെന്നൊന്നുമില്ല. അങ്ങനെയല്ല ഫത്തുൽമീൽ പറഞ്ഞത്. ഫത്തുൽമീൽ തുഫിലൊക്കെ പറഞ്ഞത് സ്വലാത്തിന് ആമീൻ പറയാമെന്നാണ്. അതിന് വേറൊരു കൗലാണ് ഏത്, സ്വലാത്ത് ചെല്ലും ചെയ്യുക ആമീൻ പറയും ചെയ്യുക എന്നുള്ളത്. ഫത്തുൽമീൻ പറഞ്ഞ കൗലിൻ്റെ അത്രയൊന്നും ഇല്ലത്. ഫത്തുൽമീൽ പറഞ്ഞമാർക്ക് ഫത്തുൽമീൻ്റെ ആശയിലൊക്കെയാണ് പിന്നെ അങ്ങനെ കൗലുണ്ടെന്ന് പറഞ്ഞു. ഏത്, സ്വലാത്ത് ചൊല്ലും ചെയ്യുക ആമീൻ പറയും ചെയ്യാന്നുള്ളത്. ഫത്തുൽ ചെല്ലണ്ടേന്നോ? ചെല്ലണ്ട, ചെല്ലാക്കാണ് നല്ലത്. നല്ല കൗലുള്ളത് ഇമാം സ്വലാത്ത് ചൊല്ലുമ്പോൾ ആമീൻ പറയാം. മറ്റേ കൗലുണ്ട്. ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് ഇപ്പോൾ സേവിൻ്റെ സുജൂദായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇനി എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദിക്കാൻ നിർത്തണം, നമുക്ക് പെട്ടെന്ന് നിർത്തണം. രാത്രി നമുക്ക് ഉഷാറാക്കണം. ഇന്ന് ഈ ക്ലാസ്സിൽ തുറച്ച ശനിയാഴ്ച ആയിരിക്കും, ഞായറാഴ്ച അല്ല. നമ്മൾ സാധാരണ പിന്നെ ശനിയാഴ്ച ഉദവി, ഞായറാഴ്ച ഞാനോട് പറയല്. ഈ ആഴ്ച ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിക്ക് ഞായറാഴ്ച പുറകേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ ക്ലാസ് ഉദവി എടുക്കും. ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കുകയും ചെയ്യും. ഫാത്തി ഓതി കഴിഞ്ഞതിന് ശേഷം അത്തഹിയ്യാത്തിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യം ചെല്ലണത്. മറ്റ് ആ സ്ഥാനത്തുള്ള എല്ലാ ദിക്റും കഴിഞ്ഞിട്ടാണ് ഇത് ചെല്ലേണ്ടത്. അത്തഹിയ്യാത്തിൽ നമ്മളങ്ങനെയല്ല, ആദ്യം തന്നെ ചൊല്ലിയിട്ടാണ് അത്തഹിയ്യാത്ത്. അതൊക്കെ ഇനി കുറച്ച് ആടും കൊണ്ട് മാറ്റി വെച്ചിട്ട് നിസ്കാരത്തിന് ബാത്തിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഒരു സുജൂദുണ്ട് പറഞ്ഞാൽ അത് നൃത്തത്തിൽ ചൊല്ലാം. റുക്കുവിൻ്റെ പറഞ്ഞാൽ ഈത്തിദാലിൽ പറ്റില്ല, സുജൂദിൽ വേണമെങ്കിൽ അതും പാടെ. ഈത്തിദാലിലും 2 സൂൻ്റെ അടിയിൽ ഇരുത്തത്തിലും ആ 10 തന്നെ പറ്റുള്ളൂ. അത് ചെറിയ ഫറലാണ്, അതുമെല്ലാം നീട്ടാൻ പാടില്ല. 25 10 എല്ലായിടത്തും. ഫാത്തിഹ സൂറത്തിൽ മാത്രമാണ് 15. 15 ഫാത്തിഹയിൽ, നൃത്തത്തിൽ 15, പിന്നെ റുക്കൂല് 10, അങ്ങനെ 25 ആവും ഓരോ റക്കയത്തിൽ. 4 റക്കയത്തുണ്ട്. അപ്പോൾ 4 റക്കയത്തിനും പാടെ 25 ആകുമ്പോൾ 300 ആവും. ഓരോ റക്കയത്തിൽ 25ആണ്. ഫസ്റ്റ് 15, റുക്കൂല് 10, ഇദ്ദാലിൽ 10, സുജൂദിൽ 10, ഇടയിൽ യുദ്ധത്തിൽ 10, പിന്നെ സുജൂദിൽ 10, പിന്നെ നീച്ചുമൊന്ന് ഇരുന്നാണ്ട് ഇസ്തിറാത്തിൻ്റെ യുദ്ധത്തിൽ 10. അല്ലെങ്കിൽ ആ 10 പാടെ എവിടെ ചെല്ലിയാൽ മതി, നൃത്തത്തിൽ 25 ആക്കിയാലും മതി, അതിനൊന്നും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഹദീസിലാണ് വന്നത്. ഹദീസിൽ വന്നതാണ്. ഹദീസിൽ വന്നുകൊണ്ട് തുഹഫയിലും ഫത്തുൽമീലും ഒക്കെ ഇബ്നു ഹജർ തങ്ങളും സൈനുദ്ദീൻ മഖ്ദൂമൊക്കെ സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊന്നും ഹദീസ് പോരാ. ഹദീസിൻ്റെ മാനദണ്ഡവും നിദാനശാസ്ത്രവും അനുസരിച്ച് മതിയായ ഹദീസാണ്. അതാണ് ഇബ്നു ഹജർ തങ്ങൾ അത് തുഹഫയിലും പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ പൈസ അതിൻ്റെ ആളുകൾക്ക് കൊടുക്കുക. ഓര് പിന്നെ അത് കല്യാണത്തിനോ ഗാനത്തിനോ എടുക്കേണ്ടതെന്നുള്ള ഓല സ്വാതന്ത്ര്യമാണ്. ഇത് കല്യാണത്തിന് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനൊന്നും പാടില്ല. ഓലിഷ്ടമാണ്. ഒരു കല്യാണത്തിന് എടുക്കേ, കടം വീട്ടെടുക്കേ ഒക്കെ ചെയ്യാം. കല്യാണം നിശ്ചയിച്ച ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കാം, അതിനൊക്കെ പറ്റും. കല്യാണത്തിനെങ്കിലും ഇങ്ങനെ കുറുക്കല്യാണം അല്ലെങ്കിൽ അവിടെ സഹായത്തിനൊക്കെ ഇരിക്കുന്നുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ചേർക്കാം. എന്തായാലും കുഴപ്പം.
ഒരാൾ മോളെ കെട്ടിച്ചവനോടൊരു മേശൊക്കെ ഇട്ട് കുതിർക്കുന്നുണ്ട്, എഴുതിയൊക്കെ ഉണ്ട്, അതിലെന്താ കൊടുത്തിച്ചിട്ട്? നമ്മൾ വേറെ കടം വീട്ടാൻ കൊടുക്കില്ല, ഇങ്ങോട്ട് തരാനുമല്ല. നമ്മൾ ബിസ്മി ചൊല്ലി ഒരു സദക്ക, അത് സക്കാത്തിൻ്റെ നീയത്ത് വെച്ചാണ്ട് ഇതിൻ്റെ സക്കാത്തിൻ്റെ പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അതൊന്നും കിട്ടില്ല, അതൊന്നും കിട്ടില്ല. സക്കാത്തിൻ്റെ പൈസ കുടുംബക്കാർ കൊടുത്താൽ കുടുംബ ബന്ധം പുലർത്തിയതും രണ്ടും പാടെ കിട്ടുമെന്നൊക്കെ പറയേണ്ടതല്ലാതെ ഇത് കുറച്ച് കൂലി കുറയാ ചെയ്യുക. കാരണം സക്കാത്ത് വേറെയും ഇത് വേറെയും കൊടുക്കേണ്ട ശരിക്ക് അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പോൾ വെളു കൂടെ കഴിച്ചിലാക്കുകയാണ്. അപ്പോൾ ഇതിനെ കൂലി കൂടല്ല, എന്നാലും കുറയില്ല. അള്ളാഹുത്തല്ലേ കൂലി തരുന്നത്. അതാ സക്കാത്ത് കൂടും, അർഹരായിരിക്കണം എന്ന് മാത്രം. എട്ടാൽ കൂട്ടക്കാരിൽ പെടണം. ഫക്കീർ, മിസ്കീന്, കടക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പെടണം. നമ്മളിത് വരയ്ക്കുക. നമുക്ക് രാത്രി ഇൻഷാ അല്ലാഹ് ഇന്ന് ഉറങ്ങരുത്, അങ്ങനത്തെ രാത്രിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒന്ന് ഉറങ്ങിക്കോളി, രാത്രി ഉറങ്ങണ്ടെന്നുള്ളവർ, എന്നാലും അതൊരു എളുപ്പമാവും.